എന്നെ സംബന്ധിച്ച് വായനയെ ഞാൻ ഒരിക്കലും വിട്ടുകളഞ്ഞിരുന്നില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചുകൊണ്ടിരുന്നാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. കഥയിൽ എന്താണ് മാറ്റം എന്നുള്ളത് നമ്മൾ ബോധപൂർവ്വം അന്വേഷിക്കേണ്ടി വരില്ല. ഇപ്പോൾ പഴയ സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതല്ലേ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴാണ് സിനിമയിൽ മാറ്റം ഉണ്ടായത് നമ്മൾ അന്വേഷിക്കില്ല. പക്ഷേ അതിനകത്തുണ്ടായിട്ടുള്ള മാറ്റം നമ്മൾ അറിയാതെ നമ്മളുള്ളിലേക്ക് കടന്നു വരും. നമ്മൾ സിനിമയെ പറ്റി എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിനിമ എഴുതുകയാണെങ്കിലും സിനിമയെ പറ്റി എഴുതുകയാണെങ്കിലും അന്നത്തെ സിനിമയിൽ നിന്ന് ഇന്നത്തെ സിനിമയിൽ എന്ത് മാറ്റമുണ്ടായി എന്ന് വ്യക്തമായിട്ട് എഴുതേണ്ട കാര്യമില്ല. അത് സ്വാഭാവികമായിട്ട് ആ മാറ്റത്തെക്കുറിച്ച് നമ്മൾ എഡിറ്റിങ്ങിനെക്കുറിച്ചായിക്കോട്ടെ, ഡയറക്ഷനെക്കുറിച്ചായിക്കോട്ടെ, അഭിനയത്തെക്കുറിച്ചായിക്കോട്ടെ. പക്ഷേ അതേ സമയത്ത് മുമ്പേ പറഞ്ഞതുപോലെ ഒരു കാര്യമുണ്ട്, ഇന്നത്തെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്നത് പോലെ അന്ന് നാച്ചുറലായിട്ട് അഭിനയിച്ചിരുന്ന ശങ്കരാടിയെപ്പോലുള്ള ആൾക്കാരുണ്ട്. നാച്ചുറലിസം എന്ന് അഭിനയത്തിലെ ഒരു സ്വാഭാവികത ഇന്നാണുള്ളത്, ബിഹേവ് ചെയ്യുക എന്ന് പറയുന്ന സമ്പ്രദായം ഇന്നാണുള്ളതെന്ന് പറയുമ്പോൾ അന്നത്തെ ഗംഭീരമായി പെർഫോം ചെയ്തിരുന്ന ശങ്കരാടിയെ നമ്മൾ മറന്നു പോകരുത് എന്ന് പറഞ്ഞ പോലെ എഴുത്തിലുള്ളൊരു സംഭവമുണ്ട്. ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള വായനയുണ്ടെങ്കിൽ, ആ സമ്പർക്കം ഉണ്ടെങ്കിൽ നമുക്ക് അത് സ്വാഭാവികമായിട്ട് എനിക്ക് ഹോംവർക്ക് വേണ്ടി വന്നില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ എഴുതുന്നില്ല. എൻ്റെ എഴുത്ത് വിട്ടുപോയ ഒരു 10-15 വർഷം ഉണ്ടായിരുന്നു, ഫിക്ഷനോ കഥയോ ഒന്നും ഇല്ലാത്ത കാലം. പക്ഷേ ആ കാലത്ത് എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എല്ലാ കഥകളും വായിക്കും.